രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരം തന്നെയായിരുന്നു. അതായത് വൈകിട്ട് നമുക്ക് മെസ്സേജ് വരുന്നു, 3:20 മെസ്സേജ് വരുന്നു, കോന്നി നിലയിൽ ആദ്യം കിട്ടി, അതിന് പത്തനംതിട്ടയിൽ നിന്ന് കൂടെ വന്നു. നമ്മൾ വന്ന് എങ്ങനെ അതിൻ്റെ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വീണ്ടും ഒരു 4 പ്രാവശ്യം പാറ വീണ്ടും ഇടിഞ്ഞു വീണിട്ടുണ്ട്. അപ്പോഴേക്കും താഴെ നോക്കിയപ്പോൾ ഒരു കാൽ ഭാഗം കാണുന്നു. അതായത് മൊത്തം മുകളിൽ നിന്ന് 50 അടി താഴ്ചയിലാണ് എസ്കലേറ്ററിൻ്റെ മുകളിൽ പാറ കൂട്ടം വീണ് കിടക്കുന്നത്. അതിന് താഴെ ഒരു 45 അടി താഴ്ചയിലാണ് ഈ ഒരു കാല് കണ്ടത്. അപ്പോഴേക്കും നമ്മൾ താഴെ വന്നു. ഈ കാല് കണ്ട ഭാഗത്ത് നിന്ന് വീണ്ടും 100 അടി കൂടുതൽ താഴ്ചയുണ്ട്. വീണ്ടും താഴേക്ക് അവിടെ വന്നു. അവിടെ ഒരു 4, 5, 6, 7 മീറ്റർ വഴിയുണ്ട്. അതുവഴി വന്നു. ആ പാറ പൊട്ടിക്കിടന്നതിൻ്റെ ഇടയിൽ അപ്പുറത്ത് പോകുന്നത് അധികം ദുഷ്കരമായിരുന്നു. അതിൻ്റെ വടം കെട്ടി നമ്മൾ അപ്പുറത്ത് ചെന്നു. ഇതുകൂടാതെ തന്നെ 2 പേർ ജീവനോടെ അപ്പുറത്ത് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിൽപ്പുണ്ടായിരുന്നു. JCB അവരുടെ എസ്കലേറ്റർ ഓപ്പറേറ്റേഴ്സ് വേറെ 2 പേര്. അവരെ ആദ്യം ഇപ്പുറത്ത് എത്തിച്ചു. അതിനുശേഷം ഈ എസ്കലേറ്റർ വെച്ച് തന്നെ ബോഡി ഈ പാറ മാറ്റിയിട്ട് ഈ ഒറീസ സ്വദേശിയായ ഈ ഹെൽപ്പറുടെ ബോഡി എടുത്ത് നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്നു. വടം കെട്ടി അത് വെള്ളസെഞ്ചറിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഒരു 25-30 മിനിറ്റ് ആയപ്പോഴേക്കും വീണ്ടും അതിഭയങ്കരമായിട്ടുള്ള പാറ ഇടിച്ചിട്ടുണ്ടായി. അതായത് നമ്മൾ രക്ഷാപ്രവർത്തനം നടന്നു പോയ വഴി തിരിച്ചു വന്ന വഴി. പത്തനംതിട്ടയിൽ നിന്ന് ജില്ലാ ഫയർ ഓഫീസർ BM പ്രതാപേന്ദ്ര സാറും കോന്നി പത്തനംതിട്ട യൂണിറ്റുമാണ് ഇതിൽ രക്ഷാപ്രവർത്തനത്തിൽ വർക്ക് ചെയ്തത്. നാളത്തെ രക്ഷാപ്രവർത്തനം എങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുന്നത്? ദുഷ്കരമായിരിക്കുമോ? ഇനി നാളത്തെ, അതായത് ഒരാളിനെ കൂടെ കാണാനുണ്ട്. അയാൾ നമ്മുടെ ഒരു നിഗമനം ഈ എസ്കലേറ്ററിൻ്റെ ഓപ്പറേറ്റർ ആയിരിക്കും. അദ്ദേഹം ഇതിനകത്ത് ക്യാബിനുള്ളിലായിരിക്കും കുടുങ്ങിയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ വലിയ പാറയും പാറക്കൂട്ടങ്ങളും കിടപ്പുണ്ട്. അത് മാറ്റി നിലവിൽ ഇന്നത്തേക്കാൾ ദുഷ്കരമായിരിക്കും ഒരുപക്ഷെ നാളെ. അതായത് നാളത്തെ വെതർ കണ്ടീഷൻ, അതായത് ഈ ഏരിയയിൽ വൈകിട്ടാണ്, അതായത് അർദ്ധരാത്രി കഴിഞ്ഞ് വെളുപ്പാങ്കാലമാണ് മഴയുണ്ടാകുന്നത്. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തായിരിക്കും നാളത്തെ വർക്കിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്നുള്ള തീരുമാനമെടുക്കുന്നത്. അതീവ ദുഷ്കരം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നിലവിൽ ഈ പാറ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും. നിലവിൽ അതിൻ്റെ മുകളിലേക്ക് എസ്കലേറ്ററിന് വലിയൊരു പാറ കിടപ്പുണ്ടല്ലോ. അപ്പോൾ അത് നീക്കം ചെയ്യാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൽ പ്ലാൻ ഉണ്ടോ? ആ വലിയൊരു പാറ മറിഞ്ഞ് കിടക്കുന്നത്, അതായത് നാളെ വന്നതിന് ശേഷമേ നമ്മുടെ വർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഫയർഫോഴ്സാണ്. തീപിടുത്തം തന്നെ നമുക്ക് ഒരേ തീപിടുത്തം നമ്മൾ പല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്പോട്ടിൽ വന്ന ഒരു അപകടം നടന്ന ആ സ്ഥലത്ത് ഒരേപോലെയുള്ള അപകടമാണ് നമ്മൾ പല മോഡ് ഓഫ് ഓപ്പറേഷൻ ആയിരിക്കും ചെയ്യുന്നത്. ആ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. നിലവിൽ ഏതൊക്കെ ഫയർഫോഴ്സ് യൂണിറ്റും NDRFൊക്കെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിലുള്ളത്? കോന്നി ഫയർഫോഴ്സാണ് ആദ്യം എത്തിയത്. അത് കഴിഞ്ഞ് പത്തനംതിട്ട ജില്ലാ ഫയർ ഓഫീസറിൻ്റെ പത്തനംതിട്ടയിൽ നിന്നും യൂണിറ്റ് എത്തി. NDRFിൻ്റെ സംഘം നമ്മൾ വർക്ക്, അതായത് ലാസ്റ്റ് നമ്മളിത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും രാത്രിയോടുകൂടി പാറ ഇടിഞ്ഞ് വീണത്. അപ്പോഴേക്കും ജില്ലാ കളക്ടറും നമ്മുടെ ജില്ലാ ഫയർ ഓഫീസറും കൂടെ ഡിസിഷൻ എടുത്ത് പോലീസുണ്ടായിരുന്നു. നാളെ ഇനി ഇത് പാറ ഇടിഞ്ഞുകീറാനുള്ള സംഭവിച്ച പോലെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ, സാധ്യത 100% നമ്മൾ കണ്ടുകൊണ്ടാണ് നാളെയും വർക്കിന് വരുന്നത്. മുൻകരുതൽ അപ്പോൾ എന്താ എടുക്കാൻ സാധിക്കും? നമുക്ക് രക്ഷാപ്രവർത്തനം നിൽക്കുമ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്നു, മുകളിൽ നിന്നൊരു പീസ് എന്തെങ്കിലും വീണാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് തന്നെയാണ് നമ്മുടെ മനധൈര്യം. ഫയർഫോഴ്സിൻ്റെ മുഖമുദ്രയാണല്ലോ. നമ്മുടെ വി സർവ് ടു സേവ് എന്നല്ലേ പറയുന്നത്. എൻ്റെ പേര് സാബു, അസിസ്റ്റന്റ് സ്റ്റേഷൻ